നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. നമ്മളാരെന്ന് പരിചയപ്പെടുത്തണം. എവിടെ കൊണ്ടുപോകും? പിന്നീട് ദിവസങ്ങളോളം ഞാൻ ആശുപത്രി കിടക്കയിലായിരുന്നു. പിന്നീട് ജീവൻ തിരിച്ചുപിടിച്ച് വീട്ടിലെത്തിയതിന് ശേഷമാണ് ഭാര്യയെ ഞാൻ അങ്ങോട്ട് പറഞ്ഞയച്ചത്. പക്ഷേ അതിനുശേഷം അവർക്ക് എന്നോട് വൈരാഗ്യം കൂടി. ഒരു ദിവസം അവർ ഗുണ്ടകളുമായി ഈ വീട്ടിലെത്തി. നിനക്കെല്ലാം എല്ലാവരും അറിയിക്കണം അല്ലേ? എനിക്കെതിരെ സംസാരിക്കാൻ നെല്ലിശ്ശേരിയിലേക്ക് വരണമെങ്കിൽ 2 കാല് വേണം. എനിക്കെതിരെ പറയാനായിട്ട് നടന്ന് ഒരുപാട് ക്ഷീണിച്ചതല്ലേ? ഇനിയുള്ള ശിഷ്ട ജീവിതത്തിൽ നീ നടക്കണ്ട. എന്നെ വിട വിട. എന്നെ വിട. ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടി വന്ന അന്ന് നിന്റെ മരണമായിരിക്കും. ഞാനൊരു പരാതി പോലും കൊടുക്കാത്തത് ഭയന്നിട്ടാണ് മേഡം. ബാക്കിയുള്ള എൻ്റെ കുടുംബത്തെ കൂടി നഷ്ടമാക്കണ്ട എന്ന് കരുതിയിട്ട്. ഇതെല്ലാം ഞാൻ ചെയ്ത തെറ്റുകളുടെ ശിക്ഷയാണെന്ന് കരുതി സമാധാനിച്ച് ജീവിക്കുകയാണ് ഞാനിപ്പോൾ. അവള് പോയി. എനിക്ക് 2 പെൺമക്കളാണ്. അവരുടെ ഭാവിയെക്കുറിച്ച് ഓർത്ത ഞാനിപ്പോഴും ജീവിച്ചിരിക്കുന്നത് മേഡം. ചേട്ടൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാവും. എനിക്ക് പറയാനുള്ളത്, ചേട്ടൻ അനുഭവിച്ചതൊക്കെ ഇനി മറ്റൊരാൾ അനുഭവിക്കേണ്ടി വരരുതെന്നാ. ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയിട്ടും അവന്റെ ഇപ്പോഴും സ്വതന്ത്രമായിട്ട് ജീവിക്കുക. എന്തെങ്കിലും ഒരു തെളിവ് കിട്ടിയ ആ നിമിഷം അവരെ ഞാൻ ഇരുമ്പഴിക്കുള്ളിലാക്കും. ചേട്ടനാണ് ആ തെളിവുകൾ തന്നെന്ന് ആരും അറിയില്ല. ചേട്ടനത് തന്ന് നെല്ലിശ്ശേരി കുടുംബത്തെ രക്ഷിക്കണം. ചേട്ടൻ എന്നെ വിശ്വസിക്കാം. ഞാൻ കാരണം ചേട്ടന് ഒന്നും സംഭവിക്കില്ല. അങ്ങനെ ഉറപ്പു പറയാൻ എനിക്ക് പറ്റും. അത് മറ്റാരും അറിയില്ലെന്ന് ഉറപ്പാണെങ്കിൽ ഞാനത് തരാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.